ദൈവത്തിൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുകയാണ്. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ വലിയവനായ ദൈവം തന്ന നല്ല അവസരത്തിന് ഞാൻ ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ മടങ്ങി വരവിന് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാ വിശുദ്ധന്മാരായിരിക്കുന്ന ദൈവദാസീദാസന്മാർക്കും ഓരോ വചനങ്ങൾ കേൾക്കുമ്പോഴും ദൈവവചനത്തിൽ കൂടെയും ആലോചനകളിൽ കൂടെയും ദൈവവചന ചിന്തകളിൽ കൂടെയും ബൈബിൾ വായനകളിൽ കൂടെയും ഉപവാസങ്ങളിലും പ്രാർത്ഥനകളിൽ കൂടെ ദൈവസന്നിധിയിൽ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ ദൈവം ധന്യമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് മുഖവര കൂടാതെ തന്നെ ഈ ഒരു ചെറിയ സന്ദേശം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഈ സമയം വളരെ പ്രാർത്ഥനയോടുകൂടെ തികഞ്ഞ ദൈവാശ്രയത്തിൽ നമുക്കായിരിക്കാം. നമ്മൾ ഈ സന്ദേശങ്ങളൊക്കെയും ഞാൻ വലിയവനാണ്, ഞാൻ തികഞ്ഞവനാണ്, പ്രസംഗിക്കുന്ന ഞാൻ എല്ലാം തികഞ്ഞവനായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയാനോ മറ്റുള്ളവരെ വിമർശിക്കാനോ ഞാൻ മാത്രമാണ് വലിയവൻ, എല്ലാം തികഞ്ഞവൻ എന്ന അർത്ഥത്തിൽ ഒരിക്കലും നിങ്ങൾ എടുക്കരുത്. കാരണം ഇത് ഞാൻ പറയുമ്പോൾ തന്നെ നമ്മൾ ഒരുമിച്ചുള്ള വിശുദ്ധീകരണത്തിന് ഇത് കാരണമായി തീരും. ദൈവം എന്നെ ഏൽപ്പിച്ച ആ ദൗത്യം, ഈ ഭൂമിയിൽ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നെ കൂടെ സഹകരിക്കുന്ന, എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എനിക്ക് കൈത്താങ്ങൽ തരുന്ന എല്ലാ ദൈവദാസീദാസന്മാരെയും ഒരിക്കൽ കൂടി വന്ദനവും സ്നേഹത്തെയും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധന്മാരുടെ ഇടയിലെ ഗുണ്ടാപ്പിരിവും മാസപ്പിരിവും. നമുക്കറിയാം, ഇന്ന് ദശാംശം എന്ന കാര്യം നമ്മുടെ മീഡിയകളിലും മാത്രമല്ല എല്ലായിടത്തും ഒരു ചർച്ചാ വിഷയമാണ്. ദശാംശം കൊടുക്കണോ കൊടുക്കണ്ടയോ, അതെവിടെ കൊടുക്കണം എവിടെ കൊടുക്കണ്ട, അതെല്ലാം കൊടുക്കണോ പകുതി കൊടുത്താൽ, ഇങ്ങനെയുള്ള ഒത്തിരി ചിന്താകുലങ്ങളും പല വിഷയങ്ങളുമായിട്ട് നമ്മുടെ ആത്മീയ ലോകത്തിൽ ഒരു ചോദ്യചിഹ്നമായി കിടക്കുമ്പോൾ എന്നെ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ച ആ ചെറിയ ദൗത്യം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഈ വചനത്തോട് അടുത്ത് വന്നാൽ അവർക്ക് കുറച്ചും കൂടെ വിശുദ്ധിയിലോട്ട് വരാമല്ലോ എന്ന ആഗ്രഹത്തോടു കൂടെയാണ് ഞാനും ആയിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ഈ സന്ദേശത്തിലേക്ക് വരാം. നമുക്കറിയാം, ഈ ദശാംശം എന്ന് പറയുന്നത് പഴയ നിയമം മുതൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അബ്രഹാമും യാക്കോബും ഒക്കെ ദശാംശം കൊടുത്തു. പക്ഷേ ദൈവം ഒരു വാക്ക് പോലും അവരോട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ പഠിക്കുമ്പോൾ അബ്രഹാമും യാക്കോബും ഒക്കെ അവർ സകലത്തിലും ദശാംശം കൊടുത്തു. പക്ഷേ അവിടെ ഒരിടത്ത് പോലും ദൈവം അവരോട് പറഞ്ഞില്ല, നീ ഇത് ദൈവത്തിന് വേണ്ടി മാറ്റി വെക്കണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി മാറ്റി വെക്കണമെന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് അവർ ദശാംശം കൊടുത്തത്, അല്ലെങ്കിൽ എല്ലാത്തിനും അവർ ദൈവത്തിന് കൊടുത്തത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ വാക്ക് മാത്രമേ ഉള്ളൂ: ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള അധികമായ വിശ്വാസം. ഇതെല്ലാം എനിക്ക് ദൈവമാണ് തന്നതെന്നുള്ള ദൈവത്തോടുള്ള അമിതമായ സ്നേഹം വർദ്ധിച്ചപ്പോൾ ദൈവം പറയാതെ തന്നെ ദൈവത്തിൻ്റെ നാമത്തിന് ചെയ്യേണ്ടത് ദൈവത്തിന് ചെയ്യുവാനിടയായി. മനസ്സിലാക്കുന്നു ഒന്ന്. എന്നാൽ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് മോശയുടെ ഒരു കാലഘട്ടം വന്നു. മോശയുടെ കാലഘട്ടത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദശാംശം ഒരു നിയമമായി വന്നു, ഉപദേശമായി വന്നു. നിങ്ങൾ ദശാംശം കൊടുക്കണം, ലേവ്യന് കൊടുത്തിരിക്കണം. അങ്ങനെ ഒത്തിരി ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം ഒക്കെ വായിക്കുമ്പോൾ കൊടുക്കണം 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 എന്നൊരു ഉറപ്പുള്ള ഒരു നിയമമായി വന്നു. എന്നാൽ മലാക്കി പുസ്തകത്തിലേക്ക് വന്നപ്പോൾ പുരോഹിതന്മാർ ദേവാലയത്തിനകത്ത് ജനം കൊണ്ടുവരുന്ന നന്മകൾ പ്രാപിച്ചിട്ട് അവർ അവിശ്വസ്തന്മാരും ദൈവഹിതമില്ലാത്തവരുമായി തീർന്ന് അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ജനം പുരോഹിതന്മാർക്ക് ദശാംശം കൊടുക്കാതെയായി. ആ സമയത്ത് ആലയത്തിലെ മറ്റുള്ള ജോലിക്കാർ, മറ്റുള്ളവർ പറഞ്ഞു, ഞങ്ങൾക്ക് തരണം എന്നവരോട് പറയുവാനിടയായി. പക്ഷെ അവർ പറഞ്ഞു ഇല്ല. ജനം പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ കൊടുക്കത്തില്ല, കാരണം ഇത് ഭണ്ഡാരത്തിലേക്ക് പോകേണ്ടത്, ഇത് പുരോഹിതന് വേണ്ടിയുള്ളതാണ്, ഇത് ഭണ്ഡാരത്തിലേക്ക് മാറ്റപ്പെടേണ്ടതാണ്, ഇത് ഞങ്ങൾ തരത്തില്ല.
പ്രൈസ് ദി ലോർഡ്. അതിനുശേഷമാണ് 3-ാം അധ്യായം, മലാക്കിയുടെ പ്രവചന പുസ്തകം 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? ഇവരെല്ലാം മടങ്ങി വന്നു. ദൈവസന്നിധിയിൽ വന്നപ്പോൾ ജനത്തോട് പരിശുദ്ധാത്മ സംസാരിക്കുകയാണ്. നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. മലാക്കി 3:8 മുതലുള്ള വാക്യമാണ്. നിങ്ങൾ ഈ ജാതി മുഴുവൻ തന്നെ എന്നെ തോൽപ്പിക്കുന്നു. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിലെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും, അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ചു കളയില്ല. പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകുകയില്ല എന്ന് സൈനികരുടെ യഹോവ അരുളിച്ചെയ്യുന്നു. നോക്കണം, ഈ തിരുവചനം എപ്പോഴാ പറഞ്ഞത്? പുരോഹിതന്മാരെല്ലാം ശരിയായി വന്നേ ശേഷം, എന്ന് വെച്ചാൽ വിശുദ്ധീകരണം പ്രാപിച്ചു, അവരുടെ കയ്യിരിപ്പെല്ലാം മാറ്റിയ ശേഷം, പൗരോഹിത്യമായി ദൈവമായിട്ട് അടുത്ത് വന്നതിന് ശേഷമാണ് യഹോവയായ ദൈവം മലാക്കി പ്രവചന പുസ്തകത്തിൽ മലാക്കിയിൽ കൂടെ അരുളപ്പാട് ചെയ്യുവാനിടയാകും. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെല്ലാവരും ദൈവദാസന്മാരായ നമ്മളെല്ലാവരും ഈ വചനം എടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വിശ്വാസികളെ അലക്കുന്നത്. നമ്മുടെ ആത്മീയ ലോകത്തുള്ള 2 ശുശ്രൂഷകളാണ് പ്രധാനപ്പെട്ട. എല്ലാവരും പറയും, 1 സ്നാനപ്പെടണം, 2 ദശാംശം കൊടുക്കണം. ഇത് മുഴുവനുമായി നമ്മൾ കേൾക്കുന്ന ഒരു സന്ദേശമാണ്. സ്നാനപ്പെടണം, സ്നാനപ്പെട്ട് കയറി വന്നാൽ ദശാംശം കൊടുക്കണം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി മുതൽ നിങ്ങൾ പഠിക്കുമ്പോൾ, പഴയ നിയമവും പുതിയ നിയമവും പഠിക്കുമ്പോൾ, ചിലർ പറയും പഴയ നിയമത്തിലാണ് ദശാംശം ഉള്ളത്, പുതിയ നിയമത്തിൽ ദശാംശം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നവരും ദൈവദാസന്മാരുമുണ്ട്, വിശ്വാസികളുമുണ്ട്. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കണോ? മത്തായി സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യവും, ലൂക്കോസ് സുവിശേഷം 11:42 ഒന്ന് വായിക്കണം. ഞാൻ വായിക്കാം. മത്തായി സുവിശേഷം 23:23. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ തുളസി, ചതക്കുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്ത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയത് ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അടുത്ത വാക്യമാണ്, അത് ചെയ്യുകയും ഏത് ചെയ്യുകയും ദശാംശം കൊടുക്കുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. ഏത് ത്യജിക്കാതിരിക്കണം? ന്യായം, കരുണ, വിശ്വസ്ത. ഇതെന്ത് ചെയ്യാൻ പാടില്ല? ത്യജിക്കരുത്. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് പോലെ തുളസി, ചതക്കുപ്പ, ഇവയിൽ എന്ത് ചെയ്യണം? പതാരം കൊടുക്കണം, ദശാംശം കൊടുത്തിരിക്കണം. ഇതാരാ പറഞ്ഞത്? ജീസസാ പറഞ്ഞത്. അപ്പോൾ പഴയ നിയമത്തിലുള്ള കാര്യത്തെ മായ്ച്ചു കൊണ്ടല്ല കർത്താവ് ചെയ്യുന്നത്. അത് ചെയ്യണം, അത് നീതിയുള്ളതാണ്. അത് ദൈവത്തിന് കൂടുതലായി സ്നേഹിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യണം. സ്തോത്രം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ വേദപുസ്തകത്തിന്റെ 2 കാര്യം നമ്മുടെ പാസ്റ്റർമാരെല്ലാം പ്രസംഗിക്കുന്നു, ഓഹരി കൊടുക്കണം, ഓഹരി കൊടുക്കണം, ഓഹരി കൊടുക്കണം. അത് തെറ്റായിട്ടുള്ള ഒരു ടീച്ചിങ് ആണെന്ന് എൻ്റെ ആത്മീയ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നു. നിങ്ങൾ നോക്കണം, ഗലാത്യ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം, വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. ഈ ഓഹരി എന്ന് പറയുന്നത് എന്താണ്? ദശാംശം എന്ന് പറയുന്നതാണ്. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റി പോകുന്നത്. സ്തോത്രം. പുതിയ നിയമത്തിൽ ഓഹരി മാത്രമേ ഉള്ളൂ, ദശാംശം ഇല്ല എന്ന് പറയുന്ന ഉപദേശിമാരുണ്ട്. അത് തെറ്റായി അവർക്ക് അറിവില്ലായ്മയാണ്. ഇപ്പോഴും ഓഹരി എന്ന് പറയുന്നത്, ഞാനിവിടെ യൂട്യൂബിൽ കൂടെ ശുശ്രൂഷ ചെയ്യുന്നു. ഇപ്പോൾ ആർക്കൊക്കെയോ തോന്നുന്നു, ഓ ബ്രദർ പാസ്റ്റർ കൊള്ളാം, കുഴപ്പമില്ല, മെസ്സേജ് എനിക്ക് അനുഗ്രഹമായിരുന്നു. ആ സന്തോഷം കൊണ്ട് എന്ത് ചെയ്തു? ഞാൻ വചനം പറഞ്ഞതുകൊണ്ട് എന്തോ ഒന്ന് ഒരു നന്മ എനിക്ക് തന്നു, ഒരു അനുഗ്രഹം എനിക്ക് തന്നു.
ഞാൻ സ്തോത്രം പറയും, ഞാനും മേടിക്കും, അവർ സന്തോഷപ്പെട്ടാണ്. ഇതിനെയാണ് ഇവിടെ പറയുന്നത് ഓഹരി എന്ന് പറയുന്നത്. സ്തോത്രം എന്ന് വെച്ചാൽ നല്ല മനസ്സോടുകൂടെ സന്തോഷം കൊണ്ട് കൊടുക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വീട്ടിൽ ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും വിളിച്ച് പ്രാർത്ഥിപ്പിക്കരുത്, അത് പിന്നത്തേത് വലിയൊരു കുരിശായിട്ട് വരും. അല്ല, നിങ്ങളുടെ വിശ്വാസമുള്ളവർ വന്ന് പ്രാർത്ഥിക്കും. നിങ്ങളുടെ മനസ്സിനകത്ത് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇല്ലാത്ത നിങ്ങളുടെ വീട്ടിനകത്ത് ഏതെങ്കിലും പൈസ ഉണ്ടോ എന്ന് അവിടെ നിന്ന് പരിധിയിട്ട് കിട്ടുന്ന പൈസ എടുത്ത് എന്ത് ചെയ്യും? കൊടുക്കും. എന്താണ്? സന്തോഷം കൊണ്ട്. മനസ്സ് നല്ല മനസ്സോടെ കൊടുക്കും. അത് ഓഹരിയാണ്. അതാരാണ്? ദൈവവചനം പഠിപ്പിക്കുന്നവർക്കുള്ള ഓഹരിയാണ്, പ്രാർത്ഥിക്കുന്നവർ ഓഹരിയാണ്. പക്ഷേ ദശാംശം അങ്ങനെയല്ല. അത് ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. ദൈവത്തിന് വേണ്ടി എന്ന് വെച്ചാൽ അവിടെയും പുതിയ നിയമത്തില് ഇത് ചെയ്യണം എന്ന് ദൈവം പറയുന്നില്ല. പക്ഷെ ചെയ്യുന്നവനെ ദൈവം അനുഗ്രഹിക്കും, ചെയ്യുന്നവനെ ദൈവം മാനിക്കുവാൻ തുടങ്ങും. ഇനി നിങ്ങൾ നോക്കണം, അവിടെ മത്തായി 23 ലൂക്കോസ് 10:42 ഒരേ കാര്യമാണ് അവരോട് പറയുന്നത്. യേശു പറഞ്ഞു, നിങ്ങൾ അത് ചെയ്യണം, ദശാംശം കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ ന്യായം, നീതി, വിശ്വസ്ത എന്നിവ എന്ത് ചെയ്യണം? വിട്ടുകളയും വരുത്, അത് നിങ്ങൾ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മൾ നോക്കണം, ഈ ദശാംശം കർത്താവിന് വേണ്ടിയുള്ളതാണ്. കർത്താവിന്റെ രാജ്യം എന്ന് വെച്ചാൽ ദൈവം എന്നെ ഒന്ന് അനുഗ്രഹിച്ചു, അതിൻ്റെ ഒരു പങ്ക് ഞാൻ എന്ത് ചെയ്തു? നല്ല മനസ്സോടുകൂടെ ആരും പ്രേരണ കൂടാതെ. ഇനി ചിലര് ഞാൻ പാസ്റ്റർക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട്, അത് തെറ്റാണ്. സ്തോത്രം. എന്നാൽ ഞാൻ ദൈവദാസന്മാരോട് ഞാൻ പറയട്ടെ, ഞാൻ അതിൽ ഹെഡിങ്ങിൽ കൊടുത്തതുപോലെ ഈ ഗുണ്ടാ പിരിവ് നടത്തരുത്, മാസപ്പിരിവ് നടത്തരുത്. ഹല്ലേലൂയ. കാരണം എനിക്ക് വേണ്ടിയുള്ളതല്ല ഇത് ദൈവത്തിന് വേണ്ടി ഒരു ദൈവ പൈതൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെയല്ല നോക്കുന്നത്, നമ്മൾ ദൈവത്തെയാണ് നോക്കുന്നത്. ചില സഭകളിൽ ദശാംശം കൊടുത്ത ഒരു കല്യാണത്തിന് ചെറുപ്പക്കാരന്റെ വീട്ടിൽ, പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും ഇച്ചിരി സാമ്പത്തികം സന്തോഷത്തോടെ കൊടുത്തു. ഇത് പാസ്റ്റർ അറിഞ്ഞെങ്കിൽ അതിൻ്റെ ദശാംശം കൊടുക്കാതെ തകുതി വായിക്കത്തില്ല. കല്യാണം നടത്താത്ത സഭകളുണ്ട്. അത് ഗുണ്ടാപ്പിരിവാണ്. ഒരു മാസം ദശാംശം കൊടുത്തില്ലെങ്കിൽ ഗുണ്ടാപ്പിരിവ്. അന്നത്തെ ഞായറാഴ്ചത്തെ ആരാധനയിൽ മെസ്സേജ് മുഴുവനും ദശാംശത്തെ കുറിച്ചായിരിക്കും. ദശാംശം പ്രസംഗിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്, ടീച്ച് ചെയ്യണം, അവരെ പഠിപ്പിക്കണം, ദൈവവചനത്തിലുള്ള കാര്യം പറഞ്ഞാണ്. പക്ഷേ അവരെ പിടിച്ചു വാങ്ങുന്നത് അത് ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ആക്ഷേപമാണ്, അത് തെറ്റാണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മളെ വിളിച്ചിറക്കിയത് ഈ വിശ്വാസികളോ സംഘടനക്കാരോ അല്ല. നമ്മളെ വിളിച്ചത് ദൈവമാണെന്നൊരു ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ടീച്ച് ചെയ്യുക, അവരോട് പറഞ്ഞു കൊടുക്കുക, ഇത് പ്രമാണമാണ്, ദൈവ വചനത്തിലുള്ള കാര്യമാണ്, ഇത് നല്ല മനസ്സോടെ ചെയ്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറയാൻ മാത്രമേ, ദൈവവചനത്തിലുള്ളത് പറഞ്ഞു കൊടുക്കാൻ മാത്രമേ ദൈവദാസന്മാരെ നമുക്ക് വ്യവസ്ഥയുള്ളൂ. അല്ലാതെ ഗുണ്ടകളെ പോലെ ഓരോ മാസങ്ങളിലും കൊണ്ടുവാ എന്ന് പറയാൻ വേദപുസ്തകത്തിൽ അവസരമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില സഭകളിൽ ചില ദൈവദാസന്മാർ ദശാംശം കൊടുത്തില്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോകത്തില്ല, ദശാംശം കൊടുത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല, ദശാംശം കൊടുത്തില്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ഇടപെടത്തില്ല, ദശാംശം കൊടുത്തില്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കൊലച്ചു കളയും, സഭയിൽ ഭിന്നത ഉണ്ടായിക്കളയും. ഇങ്ങനെയുള്ള ഉപദേശിമാർ നമ്മുടെ ആത്മീയ ലോകത്ത് ഒത്തിരി ഉണ്ട്. എല്ലാവരെയും അല്ല പറയുന്നത്. ഇന്നും കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിൽ നിന്ന് മാത്രം സഹായം ചോദിക്കുന്ന വിശുദ്ധന്മാരുടെ ഇടയിൽ ഉള്ള കാര്യമാണ്. ഈ വിശുദ്ധന്മാരുടെ ഇടയിലുള്ള ഇപ്പോൾ തന്നെ ഇതുപോലെ ഗുണ്ടാപിരിവ് നടത്തുന്ന ദൈവദാസന്മാരുണ്ട്. അത് തെറ്റ് എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ചുമ്മാ പൈസ കൊണ്ടുപോയി ഈ ഞായറാഴ്ചത്തെ പല സഭകളുടെയും ആരാധന എന്ന് പറയുന്നത് വർഷിപ്പ് കഴിഞ്ഞു, സങ്കീർത്തന വായന കഴിഞ്ഞു, പിന്നീടുള്ള കാര്യം എന്ന് പറയുന്നത് മുഴുവനും പിരിവാ.
പള്ളിയിലെ കണക്ക. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി വെച്ചിരിക്കുന്നു. ഇന്ന് മിക്ക സഭകളിലും കണക്ക് വായനയാണ് അവിടെ അതിനകത്ത്. ഫണ്ടിനെ കുറിച്ച് പറയുകയാണ്. ഇതിനു വേണ്ടിയല്ല നമ്മൾ ആരാധനയ്ക്ക് വരുന്നത്. ദൈവത്തിന് നന്ദി പറയാനും ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും നേടാൻ വേണ്ടിയാണ് നാം ദൈവത്തിന്റെ ദൈവസനയിൽ വരുന്നത്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവദാസന്മാരോട് നിങ്ങളുടെ ഒരു കൂട്ടുവേലക്കാരൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു, ഗുണ്ടാപ്പിരിവ് നിങ്ങൾ നിർത്തണം. നമുക്ക് പണമല്ല വലുത്, ഒരാത്മാവാണ് വലുത്. ഒരാൾ ദശാംശം കൊടുക്കുന്നില്ല, കാരണം എന്താ? ദൈവത്തിന് ആ മനുഷ്യനോടുള്ള സ്നേഹം അത്രയേ ഉള്ളൂ. ചിലർ പകുതിയെ കൊടുക്കുന്നുള്ളൂ, ആ മനുഷ്യന് അത്രയേ ഉള്ളൂ. ചിലർ മുഴുവനുമായി കൊടുക്കുന്നു, കാരണം ദൈവവും ദൈവമായിട്ടുള്ള ബന്ധം അത്രമാത്രമാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ സകലതും കൊടുക്കാൻ പറ്റൂ. ഇനി ദശാംശം കൊടുത്തത് കൊണ്ട് എല്ലാം കിട്ടണമെന്നില്ല. നല്ല മനസ്സോടുകൂടെ കർത്താവിന് വേണ്ടി എന്ന് പറഞ്ഞ് കൊടുക്കാത്ത അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് നന്മ കിട്ടുമെന്ന് ചിന്തിക്കരുത്. ആരുടെയും നിർബന്ധ പ്രകാരമല്ല ചെയ്യേണ്ടത്, ദൈവത്തിന് ചെയ്യേണ്ടത്. അതെന്ത് കാര്യമായിരുന്നു, ദശാംശം മാത്രമല്ല, ഏത് കാര്യമായിരുന്നാലും നല്ല മനസ്സോടെ കർത്താവിന് വേണ്ടി നിൽക്കണം. ഒരു മീറ്റിങ്ങിന് വേണ്ടോ, അപ്പന്റെ പ്രേരണയിലും അമ്മയുടെ പ്രേരണയിലും ഭർത്താവിന്റെ പ്രേരണ ഭാര്യയുടെ പ്രേരണയിലും അല്ല പോകേണ്ടത്. എൻ്റെ ദൈവത്തെ ആരാധിക്കണം എന്നുള്ള നല്ല മനസ്സോടെ പോയാൽ ആരാധന ദൈവത്തിന് അനേകം ലഭിക്കാനിടയാവും. അപ്പോൾ ദൈവദാസന്മാർ ശ്രദ്ധിക്കണം. നമ്മെ കരുതുന്ന ഒരു ദൈവമില്ല. ചില ദൈവദാസന്മാരുണ്ട്, എല്ലാ മാസത്തിൻ്റെയും 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ ഒരു വിസിറ്റിംഗ്. എൻ്റെ പൊന്ന് പറയുന്നത്, നാണക്കേട് ആർക്കും മറ്റുള്ള ദൈവദാസന്മാർക്ക് ഉണ്ടാകും. ദൂരെ വെച്ച് തന്നെ ആ വീട്ടുകാർ പറയും, ഇതാ വരുന്നു, പിരിവിന് വരുന്നു, ഇതാ പിരിവിന് വരുന്നു. അതിനുശേഷം 10-ാം തീയതിക്ക് ശേഷം ആ വീട്ടിലൊരു മീറ്റിംഗ് വെച്ചാൽ പലരും പോകാത്ത ഉപദേശിവാനുണ്ട്. ആ വീട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ പോയി കയറാത്ത ഉപദേശിവാനുണ്ട്. അവിടെ ഒരു രോഗി എന്ന് വിളിച്ചു പറഞ്ഞാൽ കയറാത്ത ദൈവദാസന്മാരുണ്ട്. ഇത് മാസപ്പിരിവെന്ന് പറയും. ഈ മാസപ്പിരിവൊക്കെ നിർത്തണം. നമ്മളെ വിളിച്ചത് ആരാണ്? നമ്മളെ വിളിച്ചത് ദൈവമാണ്. നമുക്ക് ഇന്നത് തരാമെന്നല്ല പറഞ്ഞു വിളിച്ചത്, വല്ലതും തരാമെന്ന് പറഞ്ഞാൽ വിളിച്ചത്. എന്ന് വെച്ചാൽ കഴിക്കാൻ ആഹാരം, ഉടുക്കാൻ വസ്ത്രം, ജീവന് വേണ്ടുന്നതൊക്കെ ദൈവം തരാമെന്ന് പറഞ്ഞാൽ വിളിച്ചത്. അതുകൊണ്ട് ദൈവം പട്ടിണി ഇടുന്ന ദൈവമല്ല, നമ്മുടെ തലമുറകളെ തകർക്കുന്ന ദൈവമല്ല, ദൈവം നമ്മളെ മാനിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവദാസന്മാരെ, ഞാൻ താഴ്മയായി വിനയത്തോടെ പറയുന്നു, ഈ മാസപ്പിരിവും ഗുണ്ടാപ്പിരിവും നിങ്ങളൊന്ന് നിർത്തണം. സഭകൾ വിശുദ്ധീകരണത്തിലേക്ക് വരട്ടെ. ഇന്ന് എത്ര ലക്ഷക്കണക്കിന് സഹോദരന്മാരാണ് ഈ മാസപ്പിരിവും ഈ ഗുണ്ടാപ്പിരിവും നിമിത്തം പിന്മാറിപ്പോയത്, ആ വിശ്വാസത്തിന് അകന്നു നിൽക്കുന്നത്. പലരും സഭയിൽ വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അവർ ആത്മീയത്തിലില്ലാത്തവരുള്ള കാര്യം ഇതൊക്കെയല്ലേ. ഇത് പൈസ 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 പൈസ. സഭയ്ക്കകത്ത് ഒരു TV തുറന്നു നോക്കണം, പൈസ 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 പൈസ. നിങ്ങൾ നോക്കണം, അരമണിക്കൂറത്തെ ഒരു എപ്പിസോഡിനകത്ത് 1-ാം തരം പ്രസംഗിക്കും. നിങ്ങൾ വിശ്വാസത്തോടെ നിന്നാൽ നിങ്ങൾ പറ, യേശു നിങ്ങളെ സൗഖ്യമാക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കടബാധ്യത ഇപ്പോൾ അത് മാറ്റാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന ഉപദേശിമാരുടെ ആ ചാനലിന്റെ താഴത്തെ ഭാഗത്ത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ സഹായം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ, ഞങ്ങളുടെ ബാങ്ക് നമ്പർ. എനിക്കൊട്ടും മനസ്സിലാകാത്ത കാര്യം ഇതാണ്. ചില മിനിറ്റുകൾക്ക് മുമ്പ് നിങ്ങൾക്ക് കടബാധ്യതയ്ക്ക് പ്രാർത്ഥിച്ചവർ പിന്നെ എന്തിനാ അടിയിൽ ആ സാധനം ഇട്ടത്? നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ അത് തട്ടിപ്പല്ലേ? ഈ തട്ടിപ്പുകാരന്മാർക്ക് മുമ്പിൽ നിങ്ങൾ ചെന്ന് ഇരിക്കരുത്. താഴ്മയായി പറയുന്നു. എത്രയോ വിശുദ്ധന്മാരുടെ ആലയങ്ങളുണ്ട്. ആലയത്തിനകത്ത് കണക്കല്ല ഉള്ളത്. അവർ ദൈവ സന്നിധിയിൽ വന്നിരുന്ന് കരയുന്ന, അനേക കണ്ണുനീരുകൾ ഒഴുക്കുന്ന സഭകൾ ഒത്തിരി ഇടങ്ങളിലുണ്ട്. നിങ്ങൾ അവിടേക്ക് കടന്നു പോകണം. താഴ്മയായി ഞാൻ പറയുന്നു, ഈ പിരിവ് നടത്തുന്നവരുടെ ഇടയിൽ പോകരുത്. അത് നിങ്ങളുടെ ആത്മീയത്തിൽ തകർച്ചയായി തീരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കറിയാം, പല മാതാപിതാക്കന്മാർ വളരെ ദൂരത്തുനിന്ന് വന്നിട്ട് ആലയത്തിനകത്തിരിക്കുമ്പോൾ അന്നത്തെ പിരിവ്, നിങ്ങളുടെ കയ്യിലുള്ളത് ഏറ്റവും നല്ലതെടുക്കുക, നിങ്ങളുടെ പാപം. ആ 100 രൂപയും കൊണ്ട് വരുന്നത്
ബസ്സിന് തിരിച്ചു പോകാൻ വേണ്ടിയ പിള്ളേരുമായിട്ട് വരുന്നു. അവിടുന്ന് ഉപദേശിച്ച് പറഞ്ഞു നല്ലതെടുക്കാൻ. പാവം വിശ്വാസത്തോടെ എടുത്ത്. നഷ്ടമല്ല, പക്ഷേ ഇങ്ങനെ ചെയ്യരുത്. ഈ പാവം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് കിലോമീറ്റർ മക്കളുമായിട്ട് ചിരിച്ചും സന്തോഷിച്ചും വിശന്ന് വീട് വരെ നടക്കുകയാണ്. എത്ര കുടുംബങ്ങൾ ഇങ്ങനെ പിരിവ് നടത്തരുത്. സഭ പിരിവിനുള്ള ഇടമല്ല. സഭ ഗുണ്ടാ പിരിവ് നടത്തേണ്ടവരല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളോട് ദൈവദാസന്മാർ താഴ്മയായി പറയുന്നു, വരുന്നവരെ ഒന്ന് ആദരിക്കണം. വരുന്നവരുടെ കയ്യിൽ എന്തുണ്ടെന്നും കൂടെ നിങ്ങൾ ചിന്തിക്കണം. അതാണ് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയും, ഇവർ വഴിയിൽ തളർന്നു പോകും, അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഭക്ഷിപ്പാൻ കൊടുക്കണം. കണ്ടോ, അവരെ കുറിച്ച് ഒരു കരുതൽ ഉണ്ടാകണം. ദൈവദാസന്മാർക്ക് വിശ്വാസികളെ കുറിച്ച് ഒരു കരുതൽ ഉണ്ടാകണം. അവരിന്ന് പിടിച്ചു വാങ്ങുന്നതല്ല ശുശ്രൂഷ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പിരിവുകളെല്ലാം അങ്ങ് നിർത്തണം. ഇനി ചില സഭകളിൽ ഒരു കവർ കൊടുക്കും. കവറിന്റെ പുറത്ത് എന്ത് വേണം? കവറിന്റെ പുറത്ത് എഴുതി കൊടുക്കണം. എഴുതി കിടണം. ഇതിലുള്ള വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത്. ഞാൻ കൊടുക്കുന്നത് ദൈവം കണ്ടാൽ മതി, അത് ഉപദേശിയെ കാണിക്കേണ്ട ആവശ്യമില്ല. ചിലയിടത്ത് ബോർഡിൽ എഴുതിയിടും, ഇന്ന അച്ചായൻ ഇത്ര 1000 രൂപ ദശാംശമായി തന്നു. എന്തിനാ പ്രിയമുള്ളവരെ? ദൈവദാസന്മാർ പറയുന്നു ഇത് തെറ്റാണ്, ഇത് വചനത്തിനകത്തുള്ളതല്ല. എന്തിനു പറയുന്നു? കയ്യിൽ പോലും ദശാംശം കൊടുക്കുവാൻ പ്രമാണമില്ല, ഭണ്ഡാരത്തിലിടണമെന്നാണ് വചനമുള്ളത്. നോക്കണം, മലാക്കി 3:10, നിന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും കയ്യിൽ കൊടുക്കാനല്ല, പേരെഴുതി കൊടുക്കാനല്ല, ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരിക. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന്. കേട്ടോ, അപ്പോൾ എവിടെ ഇടണം? ഭണ്ഡാരത്തിലിടണം. നമ്മൾ ശരിക്കും ദൈവദാസന്മാർ ദൈവവചനം ജനത്തെ പഠിപ്പിക്കണം. നിങ്ങളുടെ കണ്ണുകൾ മങ്ങിപ്പോകരുത്. ഏലിയുടെ കണ്ണ് അന്ധമായതുപോലെ ആകരുത്. പണം നമ്മളെ അന്ധമാക്കിയിരിക്കും. ഒരു ദൈവദാസൻ കൂടുതൽ ദശാംശം തന്നു കഴിഞ്ഞാൽ, ഞാനൊരു കാര്യം പറഞ്ഞാൽ ഒരു ഉദാഹരണമാണ്. ഒരു ദൈവദാസൻ എല്ലാ മാസങ്ങളും 10,000 രൂപ വെച്ച് ദശാംശം തന്നു. നിങ്ങളുടെ കയ്യിൽ തരുന്നു, സ്വോത്രം പറയുന്നു, വാങ്ങുന്നു, ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ആ മനുഷ്യൻ വചനവിരുദ്ധമായി ചെയ്താൽ നിങ്ങൾക്ക് എത്ര പേർക്ക് തൻ്റെ ഇടത്തോട് ബ്രദർ നീ പറയുന്നത് തെറ്റെന്ന് പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? ഈ കണ്ണ് ദൈവിക ഉപദേശത്തെ അടയ്ക്കുന്നു. നിങ്ങൾ കണ്ണടയ്ക്കും, ദൈവവചനത്തെ നിങ്ങൾ അവിടെ മൂടി വയ്ക്കും. കാരണം എന്താ? ഞാൻ പറഞ്ഞാൽ ആ സഹോദരൻ ഇനി പള്ളിയിൽ വന്നില്ലെങ്കിലോ, ദശാംശം തന്നില്ലെങ്കിലോ, എൻ്റെ ശത്രുവായി പോയോ? മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ദൈവദാസന്മാരെ, ഈ കൈ വാങ്ങുന്ന പരിപാടിയൊക്കെ അങ്ങ് നിർത്തി. വചനത്തിനകത്ത് ഇല്ലാത്തതാ. ഈ എഴുത്തും കുത്തുമൊക്കെ അങ്ങ് നിർത്തി. അത് ഭണ്ഡാരത്തിലുള്ളതാ, അതങ്ങ് ഇട്ടിരിക്കുകയും. ഇനിയിപ്പോൾ ശമ്പള സ്കെയില് ചർച്ചകളുണ്ട്. എവിടത്തെ വ്യവസ്ഥയാണെന്നോ എനിക്കറിയത്തില്ല. ദൈവവചനത്തിനകത്ത് ഈ ശമ്പളം കൊടുപ്പ് പരിപാടികൾ ഇതെല്ലാം വചനവിരുദ്ധമായിട്ടുള്ളതാണ്. നിങ്ങൾ എത്ര പേർ അംഗീകരിക്കുമെന്ന് അറിയത്തില്ല, നിങ്ങളത് ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇതെല്ലാം ദൈവവചന വിരുദ്ധമായിട്ടാണ് ഇന്ന് ആത്മീയ സഭകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ചില സഭകളിൽ പണപ്പിരിവുകൾ നടത്തുന്നുണ്ട്. പള്ളിക്കകത്ത് പോരാഞ്ഞിട്ട് ഇപ്പോൾ ഈ ഭാഗ്യക്കുറി പോലെ സമ്മാന പെരുമഴയെന്ന് പറഞ്ഞുകൊണ്ട് കുറെ കൂപ്പൺ ഇറക്കി നാട്ടുകാർക്ക് സഭാ പണിക്ക് വേണ്ടി, സഭയുടെ പണിക്ക് വേണ്ടി, പാഴ്സനേജിന് വേണ്ടി. ഇതൊക്കെ ഇവിടുത്തെ പ്രമാണമെന്നേ. മുഴങ്കാൽ മടക്കി സഭ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പിതാക്കന്മാരുടെ സഭകൾ വളർന്നതും സഭകൾ കെട്ടിപ്പടുത്തതും സഭാ സ്ഥലങ്ങൾ ഉണ്ടായതും അത് ഭാഗ്യക്കുറി നടത്തിയിട്ടല്ല, നാട്ടുകാർക്ക് സമ്മാന പെരുമഴ കൊടുത്തിട്ടല്ല. അവർ ഉപവാസവും പ്രാർത്ഥനയും മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ച ഒരു തലമുറ നമ്മുടെ പിന്നിലുണ്ട്. നമ്മളിത് മറന്നുപോയെന്നേ. നമ്മുടെ സാഹചര്യങ്ങളും എല്ലാം കൂടിയപ്പോൾ നാട്ടിലെ പലതും സഭയ്ക്കകത്ത് കയറി. അതല്ലേ ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തെറ്റെന്ന് തിരുവചനത്തിൽ കൂടി വിളിച്ചു പറയുന്നു. അതുകൊണ്ട് ഉപദേശിമാരോട് പറയുന്നു, നിങ്ങളെ വിളിച്ചത് ആരാണെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഗുണ്ടാപ്പിരിവ് ഇന്ന് നിർത്തും, മാസപ്പരിപാടി ഇന്ന് നിർത്താം. നിങ്ങളൊരു ബാഗും കഷത്ത് വെച്ച് അതിനകത്തൊരു കൊച്ചു ബൈബിളും ഇട്ട് വെച്ച് ഈ പിരിവുകാരന്മാരെ പോലെ പോയി 1 തീയതി മുതൽ 5 തീയതി വരെ ഇങ്ങനെ നടത്തുന്ന സിസ്റ്റം ഒന്ന് നിർത്തണം.
ദശാംശം കൊണ്ടുവരേണ്ടവൻ എവിടെ കൊണ്ടുവരും? ആലയത്തിൽ കൊണ്ടുവരും, ഭണ്ഡാരത്തിൽ ഇട്ടിരിക്കും. അതിനകത്ത് പേര് ഊരും നാളൊന്നും പറയണ്ട. അവൻ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റുകയുള്ളൂ. എത്ര വർഷം കൊണ്ട് ദശാംശം കൊടുത്തിട്ടും രക്ഷപ്പെടാത്തുന്നത് കാരണം എന്താണ്? വ്യവസ്ഥ തെറ്റുന്നുണ്ട്. ദൈവത്തിന് എപ്പോഴും വ്യവസ്ഥ പ്രകാരം ചെയ്യുന്നവനെ മാത്രമേ ദൈവം അനുഗ്രഹിക്കൂ. നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്താൽ വ്യവസ്ഥയിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 14-ാം വാക്യം നോക്കണം. കർത്താവ് സുവിശേഷം അറിയിക്കുന്നവർ, സുവിശേഷത്താൽ ഉപജീവിക്കണം എന്ന് കൽപ്പിക്കുന്നു. കേട്ടോ? അപ്പോൾ ഈ കിട്ടുന്ന നന്മ സുവിശേഷകനുള്ളതാണ്. അതെന്ത് ചെയ്യണം? അവൻ അതിനാൽ ഉപജീവനം കഴിക്കണം. അവൻ ബ്രോക്കർ പണിക്ക് പോകാൻ പാടില്ല, മരക്കച്ചവടത്തിന് പോകാൻ പാടില്ല, ഭൂമി മാഫിയയുമായിട്ടുള്ള ബന്ധം പാടില്ല, കല്യാണ ബ്രോക്കറിന് പണിക്ക് പോകാൻ പാടില്ല. അവന് മറ്റൊന്നും പോകണം. ആ സഭയ്ക്കകത്ത് കിട്ടുന്ന നന്മ അവനും അവന്റെ തലമുറകളും സ്തോത്രത്തോടെ, പ്രാർത്ഥനയോടുകൂടെ, വിശുദ്ധിയോടുകൂടെ എന്ത് ചെയ്യണം? അതിനെ ഉപയോഗിച്ച് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുകയും ജനത്തിന് വേണ്ടി ആത്മീയമായ നല്ല വഴികളിൽ നടത്താൻ വേണ്ടിയാണ് ദൈവം ഒരു സുവിശേഷകൻ അല്ലെങ്കിൽ ഒരു ദൈവദാസനെ സഭയിൽ നിയമിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പറഞ്ഞതിന്റെ ആത്മീയ പൊരുൾ നിങ്ങൾക്ക് ദൈവദാസന്മാരെ ആരും എന്നോട് പിണങ്ങരുത്. ഞാൻ സത്യമാ പറയുന്നത്, ദൈവവചനമാ പറയുന്നത്. നിങ്ങൾ ഇതിനെ വിമർശിച്ചോളി, കുഴപ്പമില്ല. പക്ഷെ ഒരു സത്യം എന്നുള്ളതുണ്ട്, അത് ദൈവത്തിന്റെ വചനമാണ്. ആ സത്യം ഇങ്ങനെയാ പറയുന്നത്. ഒരു സുവിശേഷനെ വിളിച്ചത് ഒരു സംഘടനക്കാരല്ല, ഒരു പ്രസ്ഥാനമല്ല, ഒരു സെൻട്രൽ പാസ്റ്റർ അല്ല, ഒരു മനുഷ്യനല്ല. നിങ്ങളെ വിളിച്ചത് ദൈവമാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കുള്ളത് ദൈവം കരുതിയിരിക്കും. സഭ മുഴുവനും ദശാംശം തന്നില്ലെങ്കിലും നിങ്ങളുടെ കുടുംബത്തിന് ഒരു ദോഷവും വരാതെ വണ്ണം, ഒരു പട്ടിണിക്ക് നിങ്ങളെ ഇടാതെ വണ്ണം, നിങ്ങൾക്കൊന്നിനും കുറവ് വരാതെ വണ്ണം നിങ്ങളെ നടത്താൻ നിങ്ങളുടെ ദൈവത്തിന് കഴിയുമെന്ന് നിങ്ങൾ ഇന്ന് വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ വിശ്വാസം തെറ്റുമ്പോഴാണ് നമ്മൾ ഈ മനുഷ്യരുടെ വിശ്വാസികളുടെ മുമ്പിൽ ചെന്നിരുന്ന് അയ്യോ സ്വോത്രവും ഹല്ലേലൂയയും പറഞ്ഞ് കള്ളപ്രവചനവും പറഞ്ഞ് അതും പറഞ്ഞ് അവരെയും പുകഴ്ത്തി പറഞ്ഞ് അവൻ തെറ്റ് ചെയ്താലും അഡ്ജസ്റ്റ് ചെയ്ത് സ്വോത്രം പറയാനുള്ള കാര്യമെന്ന് ചോദിച്ചാൽ അവനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്, അവന്റെ ദശാംശം നോക്കിയത് കൊണ്ടാണ്, അവന്റെ ഓഹരി നോക്കുന്നത് കൊണ്ടാണ്. നമുക്ക് എന്താന്നേ? ദൈവം തന്നാ തിന്നും, തന്നില്ലെങ്കിൽ തിന്നത്തില്ല. ദൈവം കൊടുക്കാൻ വന്നാൽ നന്നായി കൊടുത്തോണ്ട് നടക്കുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. അത്രയല്ലാതെ സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, വിശ്വാസികൾക്ക് കീഴ്പ്പെടാനല്ല ദൈവദാസനെ വിളിച്ചത്. ദൈവദാസന് ഒരു അധികാരമുണ്ട്. ആ അധികാരം നിങ്ങൾ പ്രാപിക്കണമെങ്കിൽ എന്നെ വിളിച്ചതാരെന്നുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടാകണം. ഇനി വിശ്വാസ മക്കളോട് പറയുന്നു, നിങ്ങളോട് ഞാൻ പറയുന്നു, നമ്മുടെ ദശാംശം ദൈവത്തെ നിങ്ങൾ ആരും നിർബന്ധിച്ച് പാസ്റ്റർ കൊടുക്കണം കൊടുക്കണം കൊടുക്കണം, ജോലി കിട്ടിയാൽ ഇത്രയും ശതമാനം കൊടുക്കണം, നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ കർത്താവിനെ അമിതമായി സ്നേഹിക്കുമ്പോൾ, ദൈവവചനത്തിൽ നിങ്ങൾ ഉറയ്ക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ നല്ല മനസ്സോടെ നിങ്ങൾ കൊടുക്കി. നല്ല മനസ്സോടെ കൊടുക്കാതെ നിങ്ങൾ കൊടുത്താൽ അത് ദൈവദാസന് കൊടുക്കുന്നതാണ്, ദൈവത്തിനല്ല. രണ്ടാമത്തെ കാര്യം വിശ്വാസ മക്കളോട് പറയുന്നു, നിങ്ങൾ ദൈവസഭയ്ക്കകത്ത് പേരെഴുതി ഇടരുത്. ഇനി ഏത് ഉപദേശി നിങ്ങളെ ശപിക്കുമെന്ന് പറഞ്ഞാലും പേരെഴുത്. ഏത് കമ്മിറ്റിക്കാർ നിങ്ങളെ പുറത്താക്കുമെന്ന് പറഞ്ഞാലും സഭയിൽ കയറ്റത്തിൽ നിന്ന് പേര് എഴുതി ഇടരുത്. കാരണം നമുക്ക് നമ്മുടെ ആ വിധവയായ സ്ത്രീ ഇട്ട പൈസയെ കണ്ടിട്ട് കർത്താവ് എന്താ പറഞ്ഞത് അത് മാത്രം ചിന്തിക്കണം. അവളുടെ അധ്വാനത്തിൽ അവൾ ആവോളം ചെയ്തു, ദൈവത്തിന് വേണ്ടി ചെയ്തവളാണ്. അത് ദൈവം കണ്ടു. ചിലർക്ക് 1 രൂപ പോലും ഇടാൻ ഇല്ലാത്ത ഒത്തിരി പേരുണ്ട്. ഞാൻ താഴ്മയെ പറയുന്നു, ദൈവദാസനല്ല, നിങ്ങൾ ദൈവത്തിലാണ് കൊടുക്കുന്നത്. പിന്നെ കൊടുത്താൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. ഉറപ്പാണ്. ദശാംശം കൊടുത്ത് അനുഗ്രഹം പ്രാപിച്ചവരുടെ ഒരു കുടുംബത്തിൽപ്പെട്ടതാണ് ഞാൻ. കർത്താവിനോട് കൊടുത്താൽ ദൈവം. എൻ്റെ അപ്പൻ ഒരു പാസ്റ്ററൊന്നുമല്ല, പക്ഷെ എൻ്റെ അപ്പൻ ഒരു വിശുദ്ധനായ ഒരു ദൈവത്തിനുവേണ്ടി നിന്ന ഒരു മനുഷ്യനാണ്. വലിയ കൃപാവരങ്ങളോ വലിയ അഭിഷേകമൊന്നുമില്ല, പക്ഷെ കേൾക്കുന്ന വചനം കീഴ്പ്പെടുന്ന മനുഷ്യരായിരുന്നു.
ഞങ്ങൾ 5 മക്കളാണ്. 5 മക്കളെ അന്നത്തെ കാലഘട്ടത്തിൽ വളർത്താൻ പ്രയാസമായിരുന്നു. പക്ഷേ ഞങ്ങൾ 5 മക്കളെയും ഇന്ന് ദൈവം ഉയർത്തിയത് എൻ്റെ അപ്പൻ ദൈവത്തിന് വേണ്ടി നല്ലത് കൊടുത്തു, നല്ല മനസ്സോടെ കൊടുത്തതുകൊണ്ടാണ്. ആ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് ഈ തലമുറയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് വേണ്ടി നിങ്ങൾ ചെയ്താൽ, പള്ളിക്ക് വേണ്ടി ചെയ്യരുത്, പാസ്റ്റർക്ക് വേണ്ടി ചെയ്യരുത്, പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്യരുത്, ദൈവത്തിന് വേണ്ടി. ഒരു ചർച്ച വെക്കുന്നു, നല്ലത് ചെയ്യണം. പക്ഷെ അത് നിങ്ങൾ ആർക്കാ ചെയ്യുന്നത്? ചർച്ചിനല്ല, എൻ്റെ ദൈവ രാജ്യ മഹത്വത്തിന് വേണ്ടി, എൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി. ഒരു പാവപ്പെട്ടവന്റെ അത് ദൈവരാജ്യത്തിന് ഒരു പേരിനോ പ്രശസ്തിക്കോ ചെയ്യരുത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങളുടെ പേര് സഭയിൽ വായിക്കണം എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിനകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതിഫലം പോയി. പിന്നീട് നോക്കണ്ട, ഇവിടെ ആ പ്രതിഫലം അവിടെ നിന്നു ഇല്ല, ആരും അറിയണ്ട, ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കും എന്ന് നിങ്ങൾ തീരുമാനമെടുക്കണം. ദശാംശം കൊടുക്കണം, ഓഹരി കൊടുക്കണം. രണ്ടും ദൈവസഭയ്ക്കുള്ളത്. ചിലർക്കുണ്ട്, ചില വിശ്വാസികളുണ്ട്, ദശാംശം മാറ്റിവെക്കും. മാറ്റിവെച്ചിട്ട് ആ ദശാംശത്തെ 4 വിഭാഗിക്കും. 1 വടക്കേനിയുടെ മിഷണറിക്ക്, 2 തെക്കേ ഭാഗത്തുള്ള മിഷണറിമാർക്ക്. ഇനി വേറെ ഒരു ഭാഗം പാസ്റ്റർക്ക്, ഒരു ഭാഗം വീട്ടിൽ എല്ലാ മാസവും വരുന്ന സഹോദരന്. ഇത് ദശാംശമല്ല, അതല്ല ദശാംശം. ദശാംശം 10-1 അത് ദൈവരാജ്യത്തിനുള്ളതാണ്. നിങ്ങൾ ദൈവമായിട്ടുള്ള ഭയങ്കര സ്നേഹം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. ദൈവവചനവുമായിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിൽ, ദൈവത്തെ അനുസരിക്കുന്നെങ്കിൽ മാത്രം ചെയ്യണം. ഇല്ലാതെ പാസ്റ്റർമാര് പറഞ്ഞതുകൊണ്ടോ പാസ്റ്റർമാർ പ്രസംഗിച്ചതുകൊണ്ടോ എൻ്റെ വീട്ടിൽ നന്മ വരാൻ ഇതൊന്നും കൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ട് ഇതിന്ന് അനുഗ്രഹമൊന്നും പ്രാപിക്കില്ല. ഞാൻ എൻ്റെ യേശുവിനെ അധികമായി സ്നേഹിക്കുമ്പോൾ ഞാൻ യേശുവിന് വേണ്ടി അധികമായി ചെയ്യും. അത് പണം മാത്രമല്ല, എൻ്റെ ശരീരം, എൻ്റെ ജീവൻ, എൻ്റെ തലമുറ, എൻ്റെ കുടുംബം എല്ലാം കർത്താവിന് വേണ്ടി അധികമായി ചെയ്യാനുള്ള ഒരു പ്രേരണ എൻ്റെ ഉള്ളിനകത്ത് വരുവാനിടയാകും. ആകയാൽ ദശാംശം എന്ന് പറയുന്ന വിഷയം നിസ്സാരമല്ല, അതൊരു കാതലായ വിഷയമാണ്. അടുത്തൊരു തലമുറ അനുഗ്രഹം പ്രാപിക്കണം. നോക്കുക, യാക്കോബിന്റെ തലമുറകളെല്ലാം അനുഗ്രഹിച്ചു, അബ്രഹാമിന്റെ തലമുറകളെല്ലാം അനുഗ്രഹിച്ചു. കാരണം പിതാക്കന്മാരുടെ തലമുറകളെല്ലാം അനുഗ്രഹിച്ചു. കാരണം എന്താണ്? അവർക്കുള്ളതിൽ പങ്ക് ദൈവത്തിന് വേണ്ടി മാറ്റി. ഹല്ലേലൂയ. ഇനി എവിടെ കൊടുക്കണം? നാട്ടിലുള്ള സഭയിലല്ല, നിങ്ങൾ ഏത് ചർച്ചിൽ പോകുന്നു അവിടെ തന്നെ അവിടുത്തെ ഭണ്ഡാരത്തിലായിരിക്കണം നിങ്ങൾ ദശാംശം കൊടുക്കേണ്ടത്. ലോകത്ത് എല്ലാവരും വിതറിക്കൊണ്ട് നടക്കും. ഒരു ഞായറാഴ്ച ട്രിവാൻഡ്രത്താണെങ്കിൽ, ഒരു ഞായറാഴ്ച എറണാകുളത്ത്, ഒരു ഞായറാഴ്ച കോഴിക്കോട്, ഒരു ഞായറാഴ്ച വേറെ. ഇവിടെ എല്ലാം ഇങ്ങനെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവർക്ക് അങ്ങനത്തെ ആ പരിപാടിയല്ല. ഏതെങ്കിലും ഒരു ചർച്ച് ആത്മീയമായി വിശുദ്ധിയിലും വേർപാടിലും ദൈവവചനപ്രകാരമുള്ള ഉപദേശമുള്ള, അത് 5 വിശ്വാസിയായിരുന്നാലും അവിടെ ദൈവം നിങ്ങളാക്കിയാൽ ഉഴങ്കാലിരുന്ന് കൊള്ളാം. അവിടെ ആയിരിക്കണം നിങ്ങൾക്ക് കിട്ടിയ നന്മയുടെ ഓഹരിയും അതോടൊപ്പം തന്നെ ദശാംശവും അവിടെ നൽകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് ഈ സന്ദേശം നിങ്ങൾ പകരുമ്പോൾ നിങ്ങൾ എത്ര പേർ ഏറ്റെടുക്കും എന്നെനിക്കറിയില്ല. പക്ഷേ നമ്മുടെ വിശുദ്ധ യാത്രയിൽ ഇതൊന്നും നമ്മളെ വിശുദ്ധിയിൽ നിന്നും അകറ്റിക്കളയരുത്, കൃപയിൽ നിന്നും നമ്മൾ അകറ്റിക്കളയരുത്, നിത്യതയ്ക്ക് ഒരു തടസ്സമാകരുത്. നമ്മളെ വിളിച്ചവൻ വിശ്വസ്തൻ. എല്ലാറ്റുപേരും നമ്മുടെ സമയത്തിൽ നമ്മൾ ദശാംശം സൂക്ഷിക്കണം. നമുക്കൊരു സമയമുണ്ട്. ദൈവം തന്ന 24 മണിക്കൂറിൽ നമുക്ക് ദശാംശമുണ്ട്. ആ ദശാംശം ദൈവത്തിന് കൊടുത്തിരിക്കണം. മുഴങ്കാൽ നിൽക്കേണ്ടവർ ഈ 2.5 മണിക്കൂർ ഇരുന്നുകൊള്ളണം, ബൈബിൾ വായിച്ചുകൊള്ളണം, സുവിശേഷ വേലയ്ക്ക് ഓടിക്കൊള്ളണം, പ്രാർത്ഥിച്ചുകൊള്ളണം. ഇതെല്ലാവർക്കും കടപ്പെട്ടിട്ടുള്ളതാണ്. ആകയാൽ ഈ ഗുണ്ടാപ്പിരിവും ഈ മാസപ്പിരിവും ദയവ് ചെയ്ത് ദൈവദാസന്മാരെ, ദൈവനാമം ദുഷിക്കാതിരിക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മതം മാറ്റണം. നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാണിച്ചെന്നൊരു മാതൃകയുണ്ട്. വിശുദ്ധ വേദപുസ്തകം നമുക്ക് കാണിച്ചെന്ന ഒരു മാതൃകയുണ്ട്. ആ മാതൃകയിൽ നമുക്ക് ജീവിക്കാം. നാട് ഓടുന്നത് പോലെ നമ്മൾ ഓടരുത്. നമുക്ക് അങ്ങനെ ജീവിക്കാൻ പ്രമാണമില്ല. ചിലപ്പോൾ ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കാം. നിങ്ങൾ ആ അനുഗ്രഹത്തിന്റെ മുമ്പിലും ദൈവത്തിന് നന്ദി പറയണം. ചിലപ്പോൾ ഒന്നുമില്ലാത്തവരാക്കാം. അവിടെയും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പിലോട്ട് പോവുക. ഒരു കാരണവശാലും നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാണ് ദൈവദാസനെ. ഒരിക്കലും ദൈവം നമ്മളെ തള്ളിക്കളയില്ല. ആൻറ്റി, ദൈവം നമ്മളെ വിളിച്ച് ഇന്ന് ഒത്തിരി കരയുന്നവരായിരിക്കാം, ഒത്തിരി മക്കളെ ചൊല്ലി വേദനപ്പെടുന്നവരായിരിക്കാം. മക്കളുടെ ഭാവി എന്തായിത്തീരും? ഈ സുവിശേഷ വേലയിൽ പലരും ചോദിക്കും. ഈ സുവിശേഷ വേലയിൽ ഇറങ്ങിയിട്ട് നിന്റെ കുഞ്ഞിൻ്റെ ഭാവി എന്തായിത്തീർന്ന് ചോദിക്കാം.
വിശ്വസ്തയോടെ നിൽക്കി. ദൈവം നിങ്ങളുടെ തലമുറയെ ദൈവം അനുഗ്രഹിക്കും. കയറിക്കിടക്കാൻ ഒരു ഇടം കാണില്ല. വേണ്ട എൻ്റെ അങ്ങളെ, ദൈവദാസനെ വേണ്ട. കർത്താവ് കരുതിയിട്ടുണ്ട്. ദൈവം തക്ക സമയമാകുമ്പോൾ അതതിൻ്റെ വഴികൾ ഒരുക്കിത്തരും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിന് മുമ്പിൽ, ദൈവവചനത്തിന് മുമ്പിൽ വിശ്വസ്തയോടുകൂടി നമുക്ക് പോകാം. ദൈവം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകട്ടെ. ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികമായ ആവശ്യങ്ങൾ ഉണ്ട് എന്ന് ദൈവത്തിന് ഞങ്ങളെക്കുറിച്ച് അറിയാം. പക്ഷെ പലപ്പോഴും ദൈവദാസന്മാരെ ഞങ്ങൾ ഈ സാമ്പത്തിക വിഷയത്തിൽ ഒത്തിരി വേദനപ്പെടുന്നവരാണ്. അടുത്തൊരു മിനിസ്ട്രിക്കിൽ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, അടുത്തൊരു പ്രവർത്തനങ്ങൾ ഇറങ്ങാൻ പറ്റുന്നില്ല. പലപ്പോഴും ഞങ്ങളെ വേദനിപ്പിക്കുന്ന അനേക അവസ്ഥകളുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നല്ല നിലവാരത്തിൽ അയക്കാൻ കഴിയാത്ത പല ദൈവദാസന്മാരുമുണ്ട്. കർത്താവെ, ഞങ്ങൾ ഇന്ന് ഓർക്കുകയാണ്. പലപ്പോഴും കർത്താവെ, മനുഷ്യന്റെ മുഖം നോക്കുമ്പോൾ ദൈവം തൻ്റെ മുഖം മാറ്റാറുണ്ട്. എന്നാൽ ഇന്ന് കേട്ട സന്ദേശത്തിന് മുമ്പിൽ മനുഷ്യന്റെയോ സഭയുടെയോ പ്രസ്ഥാനങ്ങളുടെ മുഖം നോക്കാതെ കർത്താവ് എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ എന്ന് പറഞ്ഞു കർത്താവിന്റെ മുഖത്ത് നോക്കി യാത്ര ചെയ്യുവാൻ, അവിടെ നിന്ന് കിട്ടേണ്ട നന്മകൾ സങ്കീർത്തനം 121 പറയുന്ന പോലെ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നെന്ന് പറയുന്ന പോലെ, കർത്താവെ, ദൈവത്തിൽ നിന്നും ചിലത് പ്രാപിക്കാൻ ഞങ്ങളുടെ ദൈവദാസന്മാരെ ഒരുക്കണമേ. അതോടൊപ്പം തന്നെ കർത്താവെ, വിശ്വാസ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി ഞെരുക്കത്തിലായിരിക്കുന്നവരുണ്ട്. കർത്താവെ, വീട്ടിനകത്ത് കൊണ്ടുവരുന്നു, എവിടേക്ക് പോകുന്നെന്ന് അറിയുന്നില്ല, കടബാധ്യത മുങ്ങി നിൽക്കുന്നവരുണ്ട്. കർത്താവെ, നിന്റെ സന്നിധിയിൽ നല്ല മനസ്സോടെ കൊടുക്കുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ ഇടവരുത്തണം. നിങ്ങൾ എന്നെ ഏതിനാൽ പരീക്ഷിക്കുമെന്ന് മലാക്കി 3:8 പറഞ്ഞതുപോലെ, കർത്താവെ, ദൈവത്തെ ഞങ്ങൾ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു. കർത്താവെ, ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അങ്ങയുടെ ധനത്തിന് ഒത്തവണ്ണം അങ്ങ് തീർത്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സന്ദേശം മുഖേന ചിലർ തീരുമാനമെടുക്കട്ടപ്പ. തീരുമാനം മാത്രമല്ല, അടുത്ത ദിനങ്ങളിൽ അല്ലെങ്കിൽ ദശാംശം കൃത്യമായി കൊടുക്കുവാൻ, ഓഹരി കൊടുക്കുവാൻ കർത്താവെ, ഞങ്ങളുടെ വിശ്വാസ മക്കളെ അങ്ങ് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ദൈവദാസന്മാർ ഒരു വാക്ക് പറയട്ടെ. ഈ വിശ്വാസ മക്കൾ തരുന്ന ഓരോ പൈസകളും ക്രിസ്തുവിൽ വിലയുള്ളതാണ്. അത് നമുക്ക് തന്നതല്ല, ദൈവത്തിന് കൊടുത്തതാണ്. ആ ദൈവത്തിൽ നിന്നും ഞാനും നിങ്ങളും എടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുമ്പോൾ, നമ്മുടെ കാര്യം നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമേ, അതിലൊരു അവിശ്വസ്തത വന്നു പോയാൽ ദൈവിക ന്യായവിധിക്ക് ഞാൻ കാരണമായി തീരും. കാരണം വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഏത് നിസ്സാര വാക്കിനും അതിന് കണക്ക് കൊടുക്കണമെങ്കിൽ ഈ പാവപ്പെട്ട വിശ്വാസ മക്കൾ തരുന്ന ഓരോ പൈസയ്ക്കും നമ്മൾ കണക്ക് കൊടുക്കണം. ആകയാൽ ദൈവം തരുന്ന നന്മകളെ വിശ്വസ്തയോടുകൂടെ, വിശുദ്ധിയോടുകൂടെ അത് ഉപയോഗിക്കണം. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേലും നിങ്ങളുടെ തലമുറയുടെ മേലും ഉണ്ടാകുമാറാകട്ടെ. ഞാൻ എൻ്റെ വിശ്വാസ മക്കളോട് പറയുന്നു, ദശാംശം ഇതുവരെയും കൊടുക്കാതെ നിങ്ങൾ ഇങ്ങനെ ഉഴപ്പിപ്പോകുന്നെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ട് കൂടുന്നതല്ലാതെ ഒട്ടും കുറയത്തില്ല. നിങ്ങൾ നല്ല മനസ്സോടുകൂടെ ഞാൻ ഇവിടെ സന്ദേശം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ചെയ്യരുത്, ഒരു പാസ്റ്റർ പറഞ്ഞു ചെയ്യരുത്. എൻ്റെ യേശുവിനെ കുറിച്ചുള്ള ആ വളരെ സ്നേഹം, വചനത്തെ കുറിച്ചുള്ള ആകാംക്ഷ നിങ്ങളുടെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കുക. കർത്താവെ, എനിക്ക് കിട്ടുന്നതിൽ 10-1 ഞാൻ പോകുന്നിടം അത് വിശുദ്ധിയും വേർപാടും ഉള്ളതടുത്തമായിരിക്കണം. മലാക്കി പ്രവാചക പുസ്തകം പോലെ തോന്നിയതുപോലെ നിൽക്കുന്ന പുരോഹിതന്മാർക്കല്ല കൊടുക്കേണ്ടത്. വിശുദ്ധി, വേർപാട്, വചനപ്രകാരം ജീവിക്കുന്ന സഭയിൽ ആ ഭണ്ഡാരത്തിലിടുക. അഭിഷക്തന്റെ പ്രാർത്ഥന നിങ്ങളുടെ സാമ്പത്തികമായി കെട്ടുകളഴിച്ച് കൃപയിൽ വളരുന്നതോടൊപ്പം തന്നെ നന്മകളിൽ നിങ്ങളുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. ആമേൻ. നിങ്ങൾക്ക് ഈ സന്ദേശം പ്രയോജനപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ഒട്ടും മടിക്കേണ്ട. നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ചർച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക. എവിടെയൊക്കെ നിങ്ങൾക്ക് ഇതിനെ ഈ ശുശ്രൂഷയുമായി എൻ്റെ കൂടെ ഒരുമിച്ച് ചേർന്ന് ചെയ്യാമോ അത് ചെയ്യാം. കർത്താവ് എന്നെ ഒരുമിച്ച് ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം അനുവദിച്ചാൽ അടുത്ത മറ്റൊരു സന്ദേശവുമായി നമുക്ക് കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.